Welcome to Nana's Creations. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്താഷ്യോ കുനാഫ ബ്രൗണീസ് ആണ്. നമുക്ക് ആദ്യം ബ്രൗണീസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 160 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത്. നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിനെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ് എടുത്തേക്കുന്നത്. നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചൂടാറാൻ വേണ്ടി വെച്ച മെൽറ്റഡ് ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ചൂട് മൊത്തമായിട്ട് മാറിയതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. ഇതിന് നമുക്കൊന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തേക്കുന്നത്. കൊക്കോ പൗഡർ ആഡ് ആക്കിയിട്ടില്ല. കൊക്കോ പൗഡർ ഇല്ലാതെ നമുക്ക് ഈ ബ്രൗണി ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് പാനിലോട്ട് ഈ ബാറ്റർ ഒഴിക്കാം. 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് ഞാൻ എടുത്തേക്കണത്. ഈ ടിന്നൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലെ എയർ ബബിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യണത്. ഇതിനി 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് വെക്കാം. എന്നിട്ടൊരു മാക്സിമം ഒരു 30 to 35 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് പെർഫെക്റ്റ് ബ്രൗണീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിത് പിസ്താഷ്യോ ഒക്കെ ആഡ് ചെയ്തിട്ട് നോക്കാം. പിസ്താഷ്യോ സ്പ്രെഡിന് വേണ്ടിയിട്ട് പിസ്ത ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് അതൊരു സ്പ്രെഡാക്കി എടുക്കാം. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുനാഫ ഡോ ഒന്ന് ശരിയാക്കിയെടുക്കാം. വെർമസാലി മേജറുടെ വെർമസാലിയാണ് എടുത്തേക്കണത്. അതൊന്ന് ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഈ പിസ്താഷ്യോ സ്പ്രെഡ് നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി പിസ്താഷ്യോ കുനാഫ ബ്രൗണിയുടെ ടോപ്പിലായിട്ട് ആഡ് ചെയ്യാം. ഈ പിസ്താഷ്യോ കുനാഫേൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യാം. ഇതിൻ്റെ സൈഡിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്താഷ്യോസ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/2 hours ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴത്തേക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ പിസ്താഷ്യോ കുനാഫ ബ്രൗണീസ് റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.